എവിടെ പോയി കിടക്ക? ഇവിടെ വേലക്കാരെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ആവശ്യത്തിന് നോക്കിയ ശമ്പളം വാങ്ങുന്ന ദിവസം കറക്റ്റ് എന്റെ മുന്നിലുണ്ടാവും. എടാ സുശീല, എവിടെ പോയി കിടക്കടാ നീ? എന്താണ് മുതലാളി? നീ ഇത്ര എവിടെ പോയി കിടക്കണ? എന്റെ പൊന്നു മുതലാളി ഒന്നും പറയണ്ട. പശുവിനെ കുളിപ്പിക്കണം, വക്കോല് വാരിയിട്ട് കൊടുക്കണം, അതിന്റെ മൂത്രം എടുക്കണം, ജാണ എടുക്കണം, എന്തെല്ലാം ജോലിയാണെന്നറിയോ? ജോലി ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും നീ ചെയ്യുന്നില്ലല്ലോ. എന്റെ പൊന്നു മുതലാളി, ഇനി എനിക്ക് പശുവിനെ കറക്കാൻ വയ്യ. അതെന്താ? പശുവിനെ കറന്ന് ഒരു ഉള്ളി പാല് പോലും വരുന്നില്ല, എന്റെ കൈ കഴിച്ച്. പശുവിനെ കറന്ന പാൽ എങ്ങനെ വരൂല? എന്തായാലും നീ ഏത് പശുവിനെ കറന്നേ? ആ തൊഴുത്തിലിരിക്കുന്ന കറുത്ത പശു. അടിപൊളി പശു. ആ കടിക്കുന്ന കറുത്ത പശു അത് പശു ആണോടാ? അത് കാളയല്ലേ? കാളയെ കറന്ന ഇതാണ് കുഴപ്പം. ഓരോ കളറിലെ പശുക്കളെ ഒരു 10-15 കൊണ്ട് കെട്ടിയിരിക്കുകയല്ലേ. കാളയേതാ പശു ഏതാ എങ്ങനെ തിരിച്ചറിയും? ഇതുപോലുള്ള മന്ദബുദ്ധിതരങ്ങൾ ചെയ്യുന്നുണ്ട്. നിന്നെ മന്ദബുദ്ധി വിളിക്കുന്നത്. മലയാളി, നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്യാൻ എന്നെ കിട്ടൂല. ഇവിടെ 500 രൂപ മാസം കൊടുത്തിട്ട് ഇവൻ അഹങ്കാരം അത് പോരാന്ന്. 500 ഗുണവ. പിന്നെ നിനക്ക് എത്ര വേണം? ആർക്ക് വേണം 500 ഗുണവ? ഓക്കെ, എന്നാ ഇന്ന് മുതൽ നിനക്ക് 1500 രൂപ ശമ്പളം. 1500 രൂപ? അയ്യോ ദൈവമേ, 1500 പോരെ? 3 മാസത്തിൽ ഒരിക്കലും വന്ന് വാങ്ങിച്ചോണം. മനസ്സിലായില്ലേ? എടാ ഇതാ പറയാ, നാളത്തെ പ്രത്യേകത നിനക്ക് എന്താ പറയോ? നാളത്തെ പ്രത്യേകത അപ്പുറത്തെ വീട്ടിലെ രവിയണ്ണന്റെ അച്ഛൻ മരിച്ച ആണ്ടല്ലേ? അപ്പുറത്തെ വീട്ടിലെ രവിയണ്ണന്റെ അച്ഛൻ മരിച്ച കാണ്ട്. എടാ നിന്നോട് ഇന്നലെ പറഞ്ഞൊക്കെ മറന്നോ നീ? എടാ നാളെ എന്റെ ബോസ് വരികയാണ്. മനസ്സിലായില്ലേ? അമേരിക്കയിൽ. ഞാൻ നാളെ നിന്റെ ബോസ് വരുന്ന പറഞ്ഞില്ലേ? ആ ദിവസം ഇന്നാണ്. മനസ്സിലായല്ലേ? എന്റെ ബോസ് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വരും. 10 ലക്ഷത്തിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി വരികയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം വരികയാണെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ ലാഭമാണ്. ഞാൻ രക്ഷപ്പെട്ട അറിയാലോ നിനക്ക്. രക്ഷപ്പെടാം നിനക്ക്. അപ്പൊ അങ്ങേര് വരുമ്പോ അങ്ങേര് ഏറ്റവും വലിയ പ്രശ്നമാണ്, അങ്ങേക്ക് വിനയം ഭയങ്കര ഇഷ്ടമാവും. അതിന് സംവിധായക വിനയം അല്ലടാ, വിനയം മനുഷ്യന്റെ വിനയം. മനസ്സിലായില്ലേ? വിനയം. അതുപോലെ തന്നെ ചായ അദ്ദേഹത്തിന് ഭയങ്കര ക്രൈസാണ്. ചായ. അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന്? നീ അദ്ദേഹം വരുമ്പം നീ കുറച്ച് വിനയം, നിന്റെ തറ സ്വഭാവം അവിടെ എടുക്കരുത്. മനസ്സിലായല്ലോ? നീ അദ്ദേഹം വരുമ്പം നീ എങ്ങനെ സംസാരിക്കാൻ പോകുന്ന അദ്ദേഹത്തോട്? ഞാൻ അയാളെ കണ്ട ഉടനെ അളിയ സുഖം തന്നെ അളിയാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ ചോദിക്കണേ, കളിയാ സുഖം തന്നെ അളിയാ. അപ്പൊ തന്നെ അദ്ദേഹം തിരിച്ചു പോയിക്കോളും. വിനയം വേണമെന്ന്. അപ്പൊ ഒരാളെ കാണുമ്പോൾ വിനയത്തോടെ എന്താ പറയാ? നമസ്കാരം. കണ്ട ഉടനെ നമസ്കാരം. കണ്ട ഉടനെ തന്നെ നമസ്കാരം. നമസ്തേ എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ചായപ്രിയനാണല്ലോ, ചായ കൂടത്തേക്കുണ്ട്. ചായ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചായ ചോദിക്കുമ്പോൾ നീ ചോദിക്കണം, നീ പറയണം കണ്ണൻ ദേവൻ വേണോ, AVT വേണോ, ബ്രൂക്ക് ബോണ്ട് ചായ വേണോ, അങ്ങനെ ചോദിക്കണം നീ. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. ഇവിടെ അതൊന്നും ഇല്ല. അത് നീ കരുതി കട്ടൻ ചായ മതിയോ എന്ന് ചോദിക്കരുത് നീ. ഒന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. പൊലിപ്പിച്ച് പറയണം, പൊക്കി പറയണം. എന്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ നീ. ഞാൻ ഏറ്റ്. മനസ്സിലായില്ലേ? അതൊക്കെ ചായ കഴിഞ്ഞ് നീ നിനക്ക് കടി എന്തെങ്കിലും കൊടുത്തത്. കടിയാ? ഒരു ചെറിയ കടി. എന്നിട്ട് വേണം അയാൾക്ക് പേളവായി. എടാ ആ കടിയല്ല. കടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചെറിയ പലഹാരങ്ങൾ പറയില്ലേ, നീ ഒരു കഷ്ണം ലഡുവോ അലുവ കൊടുക്കാം. അതായത് അയാൾ വരുമ്പം ചായ AVT ആണോ, ബ്രൂക്ക് ബോണ്ട് ആണോ, കണ്ണൻ ദേവനാണോ, ഇങ്ങനെ അങ്ങ് ചോദിക്കണം. അലുവ ഓരോ സ്ഥലത്ത് പറയാം. കോഴിക്കോട്ടത്തെ അലുവ, കൊച്ചിയുടെ അലുവ, ഇങ്ങനെ പറയണം. അതെ, അത് സംഭവം മനസ്സിലായില്ല നിനക്ക്? ഞാൻ അങ്ങനെ പറയണം. ഓക്കെ ആണല്ലോ? വിനയം മറക്കരുത്. കാറിന്റെ ശബ്ദം കേട്ടാ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. തന്നെയാണത് കുളവാക്കുന്നത്. മനസ്സിലായല്ലോ? ഹലോ, ഒരുപാട് നാളായി കണ്ടിട്ട്. എനിക്കൊന്ന് ഒരുപാട് നാളത്തിന് ശേഷം ഒരുപാട് കറുത്തു പോയി, ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു പോയി താങ്കൾ. പശുവിനെ കുളിപ്പിക്കണ്ടേ? ഒരുപാട് ജോലിയുണ്ട്. ആണല്ലേ? താൻ ഒരുപാട് മാറിപ്പോയി. ഞാനാണ് മുതലാളി. താങ്കളാണ് മുതലാളി. അപ്പൊ ഇതാരാണ്? അതെന്റെ വേലക്കാരൻ. അപ്പൊ അയാൾ അപ്പുറത്ത് നിർത്തൂ. ഹലോ, ഞാൻ താങ്കളുടെ പേപ്പേഴ്സ് ഒപ്പിടാനാണ് വന്നത്. അപ്പൊ പേപ്പേഴ്സ് ഒപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ ഇദ്ദേഹം വേലക്കാരനെ പരിചയപ്പെട്ട അല്ല, വളരെ വിനയുള്ള ആളാണ്. എന്നെ പോലെ തന്നെ. നമസ്കാരം. കണ്ടില്ലേ? സംഭവം കണ്ടില്ലേ? സംഭവം കണ്ടു. ഞാൻ പോയി പേപ്പേഴ്സ് എടുത്തു വരാം. അപ്പൊ ഇദ്ദേഹം വേണ്ട പോലെ ട്രീറ്റ് ചെയ്തോളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ താൻ പോയി പേപ്പേഴ്സ് ഒക്കെ എടുത്തോണ്ട് വാ. അതൊപ്പിട്ട് എനിക്ക് പെട്ടെന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകണം. ശരി. നമസ്കാരം. നമസ്കാരം. നല്ല വിനയമുള്ള പയ്യൻ. ഇങ്ങനെ വിനയമുള്ള പയ്യൻ വരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സാർ അമേരിക്കയിൽ നിന്ന് വരെയല്ലേ? അമേരിക്ക വരികയാണ്. പിന്നെ എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? എന്താ കറുത്തിരിക്കുന്നു? ഇടാ, എന്റെ അമ്മയും അച്ഛനും നീഗുരായി പോയി, അതുകൊണ്ട് ഞാൻ കറുത്തു പോയി. കൺട്രി ഫെലോസ്. അല്ലാതെ ഞാൻ വെളുത്തിരിക്കാനുള്ള ഒരാളല്ലേ. ആശാനെ, സാറേ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തോ? അവിടെ വന്നു കഴിഞ്ഞാൽ വല്ല ജോലിയും കിട്ടും അമേരിക്കയിൽ? ഇടാ, നീ നല്ല ജോലിക്കാരനാണെങ്കിൽ ഞാൻ നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോയിരിക്കും. അതിന് എനിക്ക് പ്രാപ്പോർട്ടില്ലല്ലോ. എന്താ പ്രാപ്പോർട്ടില്ല? എന്താ പോവാനായിട്ടുള്ള പ്രാപ്പോർട്ടില്ല. എടാ, പ്രാപ്പോർട്ടല്ല. പിന്നെ അമേരിക്കയിൽ പോകണമെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് വൃത്തിയായിട്ട് പറയണം. ഞാൻ പറഞ്ഞുതരാം. പ്രസ്ക ട്രിപ്പസ് അത് വേണ്ട.
പിന്നെ അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഈ കെട്ടിടങ്ങൾക്കൊക്കെ വെള്ളം ഒഴിക്കാനുള്ള ജോലി കിട്ടും. വെള്ളം ഒഴിക്കാനുള്ള ജോലി ഞാൻ തരാം. കെട്ടിടങ്ങൾ വെള്ളം ഒഴിക്കുന്നത് കെട്ടിടങ്ങൾ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. എടാ അത് വെള്ളം ഒഴിച്ച് വളരുന്നതല്ല, അതൊക്കെ മേളിൽ വേറെ വേറെ കെട്ടിടങ്ങൾ വെക്കുന്നോണ്ടാണ് ആ കെട്ടിടങ്ങളൊക്കെ വളർന്ന് വലുതാകുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. നമസ്തേ. നമസ്തേ. നല്ല വിനയമുള്ള പയ്യൻ. സാറേ സാറേ ഏതായാലും വന്നതല്ലേ. അതെ. ഒരു ചായ എടുക്കട്ടെ. ചായ ആയിക്കോട്ടെ. അതെ, ചായ എന്ന് പറയുമ്പോ കണ്ണൻ ദേവൻ ചായ തേയിലിട്ട ചായ വേണോ, ബ്രൂക്ക് ബോണ്ട് ഇട്ട ചായ വേണോ, AVT ഇട്ട തേയിലപ്പൊടി ഇട്ട ചായ? സാറേ ഓ നമസ്തേ. നമസ്തേ. ഇനി പാടാ. സാറേ ഏതായാലും ചായ കഴിക്കല്ലേ, കഴിക്കാനൊരു ചെറുത്. അല്ല വന്നതുകൊണ്ട് ഒരു ചെറുത്, ഒരു ചെറിയ സാധനം, ഒരു ചെറുത്. അയ്യല്ലോ, ഇവിടെ സാറ് കൂടെ കഴിക്കാറുണ്ട്. സാറ് കഴിക്കോ? ഒരു ചെറുത്. സാറ് കഴിക്കുമല്ലോ. ഒരു ചെറിയ സാധനം. അപ്പൊ ചെറുതായിക്കോട്ടെ. അതിപ്പോ ചെറിയ ഉണ്ണിയപ്പം എവിടെ കൊണ്ട് വെച്ചേക്കണ എന്തോ? ഉണ്ണിയപ്പോ? അല്ല വലിയ നെയ്യപ്പം തരാം. നെയ്യപ്പം വേണ്ട. എന്നാ ഒരു കഷ്ണം അലുവ എടുക്കാം. അലുവ ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം. ഈ അലുവ എന്ന് പറയുമ്പോ കോഴിക്കോട്ടത്തെ അലുവ വേണോ, കൊച്ചിയിലെ അലുവ വേണോ, മലപ്പുറത്തെ അലുവ വേണോ, അതാ ഈ കടപ്പുറത്തൊക്കെ കിടക്കണ അലുവ? അല്ല നല്ല കടപ്പുറത്ത് ആൾക്കാർ ഉണ്ടാക്കുന്ന അലുവ വേണോ? കറുത്ത അലുവ. അല്ല ഗുണ്ടലുവ. അതായിക്കോട്ടെ. നല്ല വിനയമുള്ള പയ്യൻ. നമസ്കാരം. നമസ്തേ. എന്താ വിനയം! ഇങ്ങനെ വിനയമുള്ള പയ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഇവനെ ഞാൻ ചിലപ്പോ പൊക്കിക്കൊണ്ട് അമേരിക്കയിലോട്ടൊരു പോക്ക് പോവും. നമസ്കാരം. അതിനിടയ്ക്ക് ചായ ആയോടാ? ഇതെല്ലാം സ്പീഡപ്പ് അല്ലേ ആണല്ലേ? സാറിന് അമേരിക്ക കൊണ്ടുപോയി കഴിഞ്ഞാൽ സമയാസമയം കാപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. വെരി ഗുഡ്. സാർ ഇത് കഴിക്കേ. ഓ സാറേ. ഓ നമസ്കാരം. നമസ്കാരം. നല്ല വിനയമുള്ള പയ്യൻ, ഞാൻ പറഞ്ഞില്ലേ. കടിച്ചു കൊടി. ഓ നമസ്കാരം. നമസ്കാരം. നല്ല വിനയമുള്ള പയ്യനല്ലേ. സാറ് കുടിച്ചോ, നക്കെ കുടിച്ചോ, ചൂടാറും. സാറേ നമസ്കാരം. നമസ്കാരം. കുഴപ്പമില്ല, കുടിച്ചോ, ചൂടാറും. നക്കെ കുടിച്ചോ. ഞാൻ നിന്നെ അമേരിക്ക കൊണ്ട് പോയിരിക്കും. എന്റെ ഈശ്വര. നമസ്കാരം. നമസ്കാരം. നമസ്തേ. സാറ് കുടിച്ചോ, കുഴപ്പമില്ല, ചൂടാറും. നമസ്കാരം. ഇതെന്നോടാ എപ്പോഴും നമസ്കാരം പറയുന്നേ? അമേരിക്കയിൽ നിന്ന് കഷ്ടപ്പെട്ട ഇവിടെ വന്ന് ഒരാളെ ഒപ്പിടാൻ വേണ്ടി വന്ന, അപ്പൊ ചായ നമസ്കാരം പറയുന്നു. അല്ല ഇനി നമസ്കാരം പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടമായില്ല, അതാ ഇനി സൗണ്ട് കുറഞ്ഞു പോയാ. പിന്നെ സാറ് കുടിച്ചോ, കുഴപ്പമില്ല. സാറേ നമസ്കാരം. ഒരു ചായ കുടിക്കുന്ന ഡബ്ബറ തലയാ. നീ പോടാ, ബാക്കറ തലയാ. ഓടാ അവിടുന്ന് ഗുണ്ടാ. നീ പോടാ, ഉണ്ടക്കണ്ണ. ഓടാ അവിടുന്ന്. നീ പോടാ അവിടുന്ന്. ഓടാ മാക്കറ തലയാ. എന്തൊക്കെയാണ് കളിക്കുന്നത്? സാറേ ക്ഷമിക്കണം സാറേ, അഭിനയം കൂടുതലുകൊണ്ട് പറയുന്നത് ആരോടൊന്നുമല്ല. എടാ എനിക്ക് ഒരു ഗ്ലാസ് ചായ തന്നിട്ട് അയാൾ കുടിക്കാൻ സമ്മതിക്കുന്നില്ല. സാറേ നമസ്കാരം. സാറേ ക്ഷമിക്കണം സാർ. എടോ തന്റെ പേപ്പേഴ്സ് ഒപ്പിടാനാണ് ഞാൻ അമേരിക്കയിൽ നിന്ന് ഇത്രയും ദൂരെ താണ്ടി ഇവിടെ വന്നത്. എനിക്കറിയാനുള്ള കാര്യം. അവൻ ഒരു ചായ കുടിക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല. എനിക്കറിയാം സാറേ, അവൻ ഇനി അത് ആവർത്തിക്കില്ല. വിനയം കൊണ്ട് ചെയ്തു പോയതാ. അതെ അതെ അതെ. ക്ഷമിക്കണം സാർ, ചായ കൊടുത്തു. സാർ ചായ ഓക്കെ, തനിക്ക് വേണ്ടി ഞാൻ അതങ്ങ് ക്ഷമിച്ചു. എടാ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ തന്നിട്ട് അവൻ എന്നെ കൊണ്ട് കുടിക്കാൻ സമ്മതിക്കുന്നില്ല. വൃത്തിയായിട്ട പരിപാടിയില്ല സാർ, എനിക്കറിയാതെ. സാർ ചായ കുടിക്കും. എനിക്കത് മതി. എന്നാലും അവൻ എന്നോട് അത് ചെയ്തു. അതാലോചിച്ചിട്ടാ എനിക്ക്. കാരണം അവനും ഞാൻ നമ്മളെ ബന്ധം സാർക്കാരില്ല. എത്ര വർഷമായി അവന്റെ വേലയ്ക്ക് ഇരിക്കുന്ന അറിയാമോ? മനസ്സിലായി? സാറ് ചായ കുടിക്കും. സാറ് അതെ, എന്നോട് അവൻ ചെയ്തതിന് ഞാൻ അവനോട് ക്ഷമിച്ചു. സാറിന്റെ വലിയ മനസ്സത്, വലിയ മനസ്സ്. സാർ ഓക്കെ, ചായ കുടിക്കും. സാറ് ചായ കുടിക്കും. പക്ഷേ അവൻ ഇനി മേലാൽ അത് ആവർത്തിച്ചാൽ എന്റെ തനിക്കോണം അവനറിയും. സാറിന് എന്നെ ശരിക്കും അറിയാൻ പറ്റില്ല. സാറിന് എന്നെ അറിയാമല്ലോ. എന്റെ തനിക്കോണ മാറി. സാറ് ചായ കുടിക്കും. സാർ എടോ, അവൻ ചെയ്ത നിസ്സാരമായ തെറ്റ് ഞാനങ്ങ് ക്ഷമിച്ചു. അത്ര പോരെ? അത് മതി. സാറിന് വലിയ മനസ്സ്. 10 ലക്ഷം കോൺട്രാക്ട് ആണല്ലോ. സാറ് ചായ കുടിക്കുന്നു. ഓക്കെ. എങ്കിലും അവൻ എന്നോടത് ചെയ്യാൻ പാടില്ല സാറേ. എത്ര വർഷം അവൻ ഇവിടെ വന്ന് കയറിയെന്നറിയാവോ? അവരെ മാസം ശമ്പളം, ഉടുപ്പ്, ദാരിദ്ര്യം എല്ലാം കൊടുക്കുന്നുണ്ട്. അവൻ എന്നോട് അങ്ങനെ പേര് പറയാൻ എനിക്ക് തീർച്ചപ്പെടില്ല സാറേ. അവൻ ചെയ്ത നിസ്സാരമായ തെറ്റ് തനിക്ക് വേണ്ടി ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഈ ചായ ഒന്ന് കുടിച്ചോട്ട്. കുടിച്ചോ. എങ്കിലും അവൻ ഇനി അത് ആവർത്തിച്ചാൽ
അവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കുന്നത് ഉറപ്പാ. അവൻ ചെയ്ത നിസ്സാരമായ തെറ്റ് തനിക്ക് വേണ്ടി ഞാനങ്ങ് ക്ഷമിച്ചു. സാറിന് നല്ല 10 ലക്ഷം ഞാനൊന്ന് കുടിച്ചോട്ടെ. കുടിക്കൂ സാർ, സാറ് ചായ കുടിക്കൂ. സാറിന് വേണ്ടി ഉണ്ടാക്കിയ ചായയാണ്. പക്ഷേ 10 ലക്ഷം. അങ്ങനെ എല്ലാരും പോയി. ഇനി മനസ്സമാനത്തോടു കൂടി ഈ ചായ അങ്ങ് കുടിക്കാം. സാറേ ഓ നമസ്കാരം.